ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീക്കിൽ ഗേറ്റ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലുള്ള അനലോഗ് സർക്യൂട്ട്സിന്റെ MCQ 9th സെറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. First one, for the circuit shown below with ideal diodes, the output will be. നമുക്ക് ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. രണ്ട് ഡയോഡുകൾ ആന്റി പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്, D1 ആൻഡ് D2. There is one resistor R1 ഉണ്ട്. നമ്മൾ ഒരു ഇൻപുട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു ഫുൾ സൈൻ വേവ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു സർക്യൂട്ടിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? Vout is equal to Vin for Vin greater than 0. ഇൻപുട്ട് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 0 ക്കൊക്കെ നമുക്ക് Vout is equal to Vin ആണ്. Vout is equal to Vin for Vin less than 0. Vout is equal to minus Vin for Vin greater than 0. Vout is equal to minus Vin for Vin less than 0. Okay. Option A ആണ് നമുക്ക് right answer. That is Vout is equal to Vin for Vin greater than 0. Input voltage greater than 0 ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണോ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് അതായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്തുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡയോഡ് എന്ന് പറയുന്നത് for a diode to be forward bias, the voltage at the anode should be greater than the voltage at the cathode. അല്ലെ, അപ്പോൾ നമുക്കറിയാം ഒരു ഡയോഡ് ഫോർവേഡ് ബയാസ് ആകണമെങ്കിൽ ആനോഡ് വോൾട്ടേജിലുള്ള ആനോഡിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് കാഥോഡിൽ ഉണ്ടാകുന്ന വോൾട്ടേജിനേക്കാൾ ഹയർ ആയിരിക്കണം. അല്ലെ, അപ്പോൾ നോക്കൂ ഡയോഡ് D1 എന്ന് പറയുന്നത് നമുക്ക് ഹയർ ആയിരിക്കും, ഇവിടെ കുറവായിരിക്കും. സോ Vin ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താ വരുന്നത്? രണ്ട് ഡയോഡുകളും ഓൺ ആയിരിക്കും. അല്ലെ, ഡയോഡ് D1 ഉം അതുപോലെ തന്നെ ഡയോഡ് D2, രണ്ട് ഡയോഡുകളും എനിക്ക് ഓൺ ആണ്. സോ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഔട്ട്പുട്ട് വോൾട്ടേജിൽ നമുക്ക് കിട്ടുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് അതായത് Vin എന്താണോ അതായിരിക്കും എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിൽ ഒക്കെയാവുന്നത്. അല്ലെ, കാരണം രണ്ട് ഡയോഡുകളും എനിക്ക് ടേൺ ഓൺ ആണ്. സോ എന്താണോ ഞാൻ Vin അപ്ലൈ ചെയ്തിരിക്കുന്നത് that will be comes in the output voltage also. ഓക്കെ, ഇത് എന്റെ Vin greater than 0 എന്ന് പറഞ്ഞ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ്. നമ്മൾ ഇനി അടുത്ത എന്താ എടുക്കുന്നത്? Vin എന്ന് പറയുന്നത് ലെസ് ദാൻ 0 എടുക്കുകയാണ്. അപ്പൊ Vin ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ എന്റെ ഈ രണ്ട് സാറ്റിസ്ഫൈ, അതായത് ആനോഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ലെസർ ആയിരിക്കും. സോ രണ്ട് ഡയോഡും എനിക്ക് ഓഫ് ആയിരിക്കും. അല്ലെ, സോ ദർ ഇസ് നോ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പൊ Vin ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ എനിക്ക് എങ്ങനെയാണ് എന്റെ ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് വരുന്ന ഗ്രാഫ് എന്ന് പറയുന്നത്? അപ്പോൾ പോസിറ്റീവ്, അതായത് ഫോർ Vin ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എനിക്ക് എന്താണോ ഇൻപുട്ട് അതായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. Then for Vin less than 0 എന്ന് പറയുമ്പോൾ എനിക്ക് 0 is the output voltage. അപ്പോൾ ഈ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സിമിലർ ടു ദി ഔട്ട്പുട്ട് ഓഫ് ദ ഹാഫ് വേവ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയറിന് ഈക്വലന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണ് എനിക്ക് ഈ ഒരു സർക്യൂട്ടിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്? Vin is equal to V0 when Vin greater than 0 ആണെങ്കിൽ. ഓക്കെ, second question നോക്കൂ. Find the approximate collector current gain in the given transistor circuit. Take current gain beta is equal to 100. നമുക്ക് താഴെ തന്നിരിക്കുന്ന ഈ ഒരു സർക്യൂട്ടിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് വരുന്ന കളക്ടർ കറന്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ VBB എന്ന് പറയുന്നത് 10 വോൾട്ടേജ് ആണ്, VCC എന്ന് പറയുന്നത് 15V ആണ്. ദെൻ IB കറന്റ് ഇവിടെ RB കറന്റ് ഇതാണ്. ദെൻ ദിസ് ഈസ് IC ആണ്, RC ആണ് നമുക്കിവിടെ കാണിക്കുന്നത്. അല്ലെ, ഇത് 10K ആണ്, ദിസ് ഈസ് 1 മെഗാ ഓം ആണ് റെസിസ്റ്ററിന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ ഓപ്ഷൻസിലുള്ള 1 മില്ലി ആംപിയർ ആണ് നമുക്ക് വരുന്ന കളക്ടർ കറന്റ് വരുന്നത്. അപ്രോക്സിമേറ്റ് ആയിട്ട് വരുന്നത് 1 മില്ലി ആംപിയർ ആണ്. അപ്പൊ എങ്ങനെയാണ് കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. നോക്കൂ, ഒരു ട്രാൻസിസ്റ്ററിന്റെ ബേസ് കറന്റ്, എമിറ്റർ കറന്റ്, കളക്ടർ കറന്റ്, ഇതിന്റെ മൂന്നും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് നമുക്ക് IE is equal to IB plus IC. That is emitter current which is equal to the current in the base plus current in the collector ആണ്. IC എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ബീറ്റ ഇൻറ്റു IB ആണ്. അല്ലെ, ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? കറന്റ് ഗെയിൻ ഓഫ് ദ ട്രാൻസിസ്റ്റർ ഇൻറ്റു ബേസ് കറന്റ്. ഓക്കെ, സോ അപ്പൊ ടിപ്പിക്കൽ ബേസ് കറന്റ് വോൾട്ടേജ് VB എന്ന് പറയുന്നത് ബോത്ത് NPN അതുപോലെ തന്നെ PNP യിൽ എങ്ങനെയായിരിക്കും നമുക്ക് വരുന്നത്? ഒരു ട്രാൻസിസ്റ്റർ സിലിക്കൺ മെറ്റീരിയൽ ആണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ ബേസ് എമിറ്റർ വോൾട്ടേജ് ദാറ്റ് ഈസ് VBE എന്ന് പറയുന്നത് 0.7 വോൾട്ടേജ് ആണ് വരുന്നത്. ഇപ്പോൾ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ജെർമേനിയം മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ VBE എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0.3 ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്ന വാല്യൂസ് ആണ്, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം VBB നമുക്ക് ഇതൊക്കെ തന്നിരിക്കുന്നതാണ്. അല്ലെ, അപ്പൊ നമുക്ക് KVL അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? 10. അല്ലെ, ഈ ഒരു രീതിയിലാണ് നമുക്ക് KVL വരുന്നത്. സോ 10 മൈനസ് IB into RB മൈനസ് VBE. ഈ ഒരു ഇങ്ങനെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അല്ലെ, അപ്പോൾ 10 മൈനസ് IB into RB. അപ്പൊ നമുക്ക് VBE എന്ന് പറയുന്നത് 0.7 ആയിട്ട് അസ്യൂം ചെയ്തത്, സിലിക്കൺ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുകയാണ്. സോ VBE എന്ന് പറയുന്നത് 0.7 ആണ്. സോ എനിക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 10 മൈനസ് IB into RB എന്ന് പറയുന്നത് 1 മെഗാ ആണ്. അപ്പൊ 1 into 10 to the power 6 മൈനസ് VBE എന്ന് പറയുന്നത് 0.7 ആണ്.
സോ ദാറ്റ് ഈസ് ഈക്വൽ ടു IB എനിക്ക് എത്രയാണ് കിട്ടുന്നത് 9.3 മൈക്രോ ആംപിയർ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് IC എത്രയാണെന്ന് അറിയാം. ഐസിയുടെ ഇക്വേഷൻ എന്താണ്? ബീറ്റ ഇൻറ്റു IB. ബീറ്റ നമുക്ക് തന്നിരിക്കുന്നത് എത്ര? 100 ആണ് തന്നിട്ടുണ്ട് അല്ലെ. IC എന്ന് പറയുന്നത് കളക്ടർ കറന്റും IB എന്ന് പറയുന്നത് ബേസ് കറന്റുമാണ്. So IC is equal to 100 into 9.3 micro ampere. That is equal to 930 micro ampere ആണ് വരുന്നത്. That is equal to 0.93 milliampere. That is 1 milliampere ആയിട്ട് നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് നമുക്ക് വരുന്ന അപ്രോക്സിമേറ്റ് കളക്ടർ കറന്റ് വരുന്നത് IC എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫോർ എ BJT the common base current gain is 0.98 and the base current is 120 microampere. Its common emitter current gain എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിന്റെ കോമൺ ബേസ് കറന്റ് ഗെയിൻ 0.98 ഉം ബേസ് കറന്റ് 120 മൈക്രോആംപിയർ ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? കോമൺ എമിറ്റർ കറന്റ് ഗെയിൻ ആണ്. ഓപ്ഷൻ C 49 ആണ് ആൻസർ വരുന്നത്. എങ്ങനെയാണ് കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ ആണ്. ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ കോമൺ എമിറ്റർ കറന്റ് ഗെയിൻ ആൻഡ് ആൽഫ ഈസ് ദ കോമൺ ബേസ് കറന്റ് ഗെയിൻ ആണ് അല്ലെ. അപ്പൊ നമുക്ക് കോമൺ ബേസ് കറന്റ് ഗെയിൻ ആൽഫ തന്നിട്ടുണ്ട്, 0.98 കാൽ തന്നിട്ടുണ്ട്. അപ്പൊ ബീറ്റ ഈസ് ഈക്വൽ ടു എനിക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 0.98 ബൈ 1 മൈനസ് 0.98 ദാറ്റ് ഈസ് ഈക്വൽ ടു 49. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? കോമൺ എമിറ്റർ കറന്റ് ഗെയിൻ ഈസ് ഈക്വൽ ടു 49 ആണ്. ആൽഫയ്ക്കുള്ള വേറൊരു ഇക്വേഷൻ ആണ് IC ബൈ IE. ദാറ്റ് ഈസ് ഇൻ കളക്ടർ കറന്റ് ഗെയിനിന്റെയും കളക്ടർ കറന്റിന്റെയും എമിറ്റർ കറന്റിന്റെയും റേഷ്യോ ആണ് നമുക്ക് ആൽഫ വരുന്നത്. ബീറ്റ എന്ന് പറയുന്നത് റേഷ്യോ ബിറ്റ്വീൻ ദ കളക്ടർ കറന്റ് ആൻഡ് ബേസ് കറന്റ് ആണ്. ഓക്കെ, IC എന്ന് പറഞ്ഞാൽ കളക്ടർ കറന്റ്, IE is the emitter current and IB is the base current ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയോഡ് ഈസ് ഓൾസോ നോൺ ആസ് വോൾട്ടാ ക്യാപ് ഓർ വോൾട്ടേജ് വേരിയബിൾ കപ്പാസിറ്റർ ഡയോഡ്? നമുക്ക് അറിയുന്നതാണ്, നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. ഇറ്റ് ഈസ് എ വരാക്ടർ ഡയോഡ്. വരാക്ടർ ഡയോഡുകളുടെ വേറെ പല പേരുകളിൽ നമ്മൾ അറിയപ്പെടുന്നുണ്ട് അല്ലെ. അതിന്റെ സിമ്പിൾ ആണ്, നമുക്ക് വരാക്ടർ ഡയോഡിന്റെ ഒരു സിമ്പിൾ ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. വരാക്ടർ ഡയോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേരിയബിൾ കപ്പാസിറ്റർ ഡയോഡ് ആണ്. ദാറ്റ് മീൻസ് ആ ഒരു ഡയോഡിന്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന് ലീനിയർ ആയിട്ട് വേരി ചെയ്യുന്നുണ്ട്. അതായത് റിവേഴ്സ് ബയാസിലാണെങ്കിൽ കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനനുസരിച്ച് കപ്പാസിറ്റൻസ് ലീനിയർ ആയിട്ട് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വരാക്ടർ ഡയോഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ ഒരു ജംഗ്ഷൻ കപ്പാസിറ്റൻസ്, ആ ഒരു റിവേഴ്സ് ബയാസ് PN ജംഗ്ഷനിൽ വരുന്ന ജംഗ്ഷൻ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. C is equal to A/W ആണ്. അപ്പൊ റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ഒരു ഡിപ്ലേഷൻ റീജിയന്റെ വിഡ്ത് ഇൻക്രീസ് ആവുകയും അതിനനുസരിച്ച് ജംഗ്ഷൻ കപ്പാസിറ്റൻസ് നമുക്ക് റെഡ്യൂസ് ആവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, വരാക്ടർ ഡയോഡ് നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ട്, ട്യൂണിംഗ് സർക്യൂട്ട് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു മൂവിംഗ് പാർട്സിന് വേണ്ടിയിട്ട്, ആ ഒരു ടു എലിമിനേറ്റ് ദി നീഡ് ഫോർ മൂവിംഗ് പാർട്സ് എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരു ട്യൂണിംഗ് സിസ്റ്റം ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വരാക്ടർ ഡയോഡുകളുടെ വേറെ പേരുകളാണ് വോൾട്ടാ ക്യാപ്, വേരി ക്യാപ്, വോൾട്ടേജ് വേരിയബിൾ കപ്പാസിറ്റർ ഡയോഡ്, വേരിയബിൾ റിയാക്ടൻസ് ഡയോഡ് ആൻഡ് ട്യൂണിംഗ് ഡയോഡ്. ഓക്കെ, ഈ ഡയോഡുകൾ എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടർ ആണ്. വോൾട്ടേജ് ഡിപെൻഡന്റ് വേരിയബിൾ കപ്പാസിറ്റേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു വരാക്ടേഴ്സ് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്നത് വോൾട്ടേജ് കൺട്രോൾഡ് കപ്പാസിറ്റേഴ്സ് ആയിട്ട് നമ്മൾ ഒരു റിവേഴ്സ് ബയാസ് സ്റ്റേറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുകയും അതുപോലെ വോൾട്ടേജ് കൺട്രോൾഡ് കപ്പാസിറ്റർ ആയിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഡയോഡുകളും അതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഷോർട്ട് കീ ഡയോഡ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് റെക്ടിഫൈങ് സർക്യൂട്ട്സ് റിക്വയറിംഗ് ഹൈ സ്വിച്ചിങ് റേറ്റ്. ഹൈ സ്വിച്ചിങ് റേറ്റ് ആവശ്യപ്പെടുവാനുള്ള ഒരു റെക്ടിഫൈങ് സർക്യൂട്ട് ആണ് ഷോർട്ട് കീ ഡയോഡ്സ് എന്ന് പറയുന്നത്. വരാക്ടർ ഡയോഡ് ട്യൂൺഡ് സർക്യൂട്ട്സ് ആണ്. പിൻ ഡയോഡ് എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി സ്വിച്ച് ആണ്. സെനർ ഡയോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വോൾട്ടേജ് റെഗുലേഷൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഓഫ് ദ 4 characteristics given below, which are the major requirements for an instrumentation amplifier? ഒരു ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിന്റെ മേജർ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്നാണ് തന്നിരിക്കുന്നത്. താഴെ നമുക്ക് കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്? ഹൈ CMRR, ദാറ്റ് ഈസ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഹൈ ആണ്. ഹൈ ഇൻപുട്ട് ഇംപിഡൻസ്, ഹൈ ലീനിയാരിറ്റി, ഹൈ ഔട്ട്പുട്ട് ഇംപിഡൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് വന്നിരിക്കുന്നതിൽ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? PQR only. PQR only are the right characteristics and high output impedance is a wrong characteristic for an instrumentation amplifier. So option A ആണ് right answer. PQ and R only. നോക്കൂ, ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ലോ ലെവൽ സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യുന്നതിനും റിജക്ട് നോയ്സ് ആൻഡ് ഇന്റർഫറൻസ് സിഗ്നൽസ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിന്റെ വരുന്ന ഒരു സർക്യൂട്ട് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
ഇതാണ് നമുക്ക് വരുന്ന ഒരു ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. സോ what are the characteristics നോക്കൂ നമുക്ക്. ഫൈനൈറ്റ് അക്യുറേറ്റ് ആൻഡ് സ്റ്റേബിൾ ഗെയിൻ, ഹൈ ഇൻപുട്ട് ഇംപിഡൻസ്, ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ്. നമുക്ക് തന്നിരുന്ന ഓപ്ഷനിൽ ഹൈ ഔട്ട്പുട്ട് ഇംപിഡൻസ് ആണ്, ദാറ്റ്സ് എ റോങ് വൺ. ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. ഹൈ CMRR, ഹൈ സ്ലീവ് റേറ്റ്, ലോ പവർ കൺസംപ്ഷൻ. സോ ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയേഴ്സ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അനലോഗ് സർക്യൂട്ട്സ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.